പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാറ്റിൻ്റെ മേലും ദൈവം എങ്ങനെ ഭരണം നടത്തുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ നിരവധി വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായി സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം കാണുമ്പോൾ അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. ഇപ്പം ദൈവത്തിൻ്റെ ഇടപെടലുകളും തൻ്റെ ഉടമ്പടി നിവർത്തിക്കുവാൻ ദൈവം ഇടപെട്ട കാര്യങ്ങളും ഈ അധ്യായത്തിൽ മുഴുവനായി നമുക്കത് കാണുവാനായി സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ അതിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. നമ്മൾ മുമ്പ് ഈ ഭാഗത്ത് നിന്ന് ചില ദൂതുകൾ നാം ഒരുമിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സങ്കീർത്തനങ്ങൾ 105 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടി വായിക്കാം. ഒരു പഴയ നിയമ ഭക്തനായിരുന്ന ജോസഫ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ 13 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ജോസഫിനെ പറ്റി ഈ ചുരുക്കം ഒരു 5 വാക്യങ്ങളിൽ അതിൻ്റെ ഒരു ചെറു വിവരണം നമുക്കിവിടെ കാണാൻ പറ്റുന്നു. തൻ്റെ ജനനം മുതൽ മരണം വരെ വിവരിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ 13 അധ്യായങ്ങളിലെ ആ വിഷയത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ചിലത് ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്തുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കാത്ത ചില കാര്യങ്ങളും കൂടിയും സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്ത് ചേർത്ത് നമ്മോട് പറയുന്നുണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെയും പിൻപിൽ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. God's hands is behind everything happens to the children of God. Praise the Lord. ആ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ദൈവത്താലാണ് ഇസ്രയേലിൽ ഒരു ക്ഷാമം വന്നത്. അവരുടെ നാട്ടിൽ ഭക്ഷണം കഴിച്ച് സമൃദ്ധിയായി ജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഇല്ലാതായി മാറി. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധി ഇല്ല എന്നുള്ളതല്ല, ദാരിദ്ര്യം ആണ് എന്നുള്ളതല്ല, അവിടെ നിന്ന് ക്ഷാമത്തിലേക്ക് പോയി നീണ്ട ഒരു പട്ടിണിയിലേക്ക് ആ ദേശം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പമെന്ന കോലിനെ ഒടിച്ചു കളഞ്ഞവൻ, ദേശത്ത് ക്ഷാമം വരുത്തിയവൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ യഹോവയുടെ വചനം നിവർത്തിയായി. അപ്പോൾ ദൈവം ഇടപെട്ട് ചെയ്യുന്ന കാര്യം, ദൈവം ദേശത്ത് ക്ഷാമം വരുത്തി, ദൈവം അപ്പമെന്ന കോലിനെ ഒടിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവം ചെയ്യൂ. പ്രൈസ് ദി ലോർഡ്. മോഡേൺ തിയോളജിയൊക്കെ അനുസരിച്ച് ക്ഷാമം വരില്ല, പട്ടിണി വരില്ല. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധി മാത്രമേ വരികയുള്ളൂ എന്ന് ഇന്നത്തെ ഒരു പുതിയ തലമുറ വിശ്വസിച്ച് അതിലേക്ക് പോകുമ്പോൾ വചനം പറയുന്നു, ദൈവം ദേശത്ത് ക്ഷാമം വരുത്തും. അപ്പമെന്ന കോലിനെ ദൈവം ഒടിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന, സമൃദ്ധി തരുന്ന, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൻ്റെ മക്കളെ നടത്തും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സന്തോഷമുള്ള കാര്യമാ. എന്നാൽ അത് നാം വിശ്വസിക്കുമ്പോൾ തന്നെ നാം ഒരു സത്യം തിരിച്ചറിയണം, ദൈവം ഒരു പക്ഷേ ദേശത്ത് ക്ഷാമം വരുത്താം.
ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ ദൈവം നമ്മെ കൊണ്ടുപോകാം. എന്നാൽ കൊണ്ടുപോകുന്ന സകല കാര്യങ്ങളും നമുക്ക് സന്തോഷവും നമുക്ക് ആനന്ദവും കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കരുത്. നമ്മുടെ പ്രതീക്ഷ തെറ്റുപറ്റി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറേ ഒരിക്കലും തെറ്റു പറ്റാത്ത ഒരു ഉടയവൻ, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ദൈവം നമുക്ക് കൂടെയുണ്ട്. ഹി ഈസ് ഇൻ കൺട്രോൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തെറ്റുപറ്റാം, എന്നാൽ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ആത്യന്തികമായി ദൈവം അനുഗ്രഹത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ, ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ, ദൈവം ചെയ്യുന്ന കാര്യങ്ങളും കഴിഞ്ഞ നാളുകളിൽ ചെയ്തതും ഇനി ചെയ്യുന്നതുമായ കാര്യങ്ങളാണെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തെ ദേശത്ത് ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ ഒടിച്ച് ആ ദേശത്ത് വലിയ പട്ടിണി വന്നു. വീണ്ടും വായിക്കുന്നു, അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ജോസേഫിനെ വിറ്റ വിവരം ഇവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിറ്റു എന്ന് മാത്രമല്ല, ജോസേഫിനെ അയച്ച കാര്യം കൂടി പറയുന്നു. സ്തോത്രം. നമുക്കറിയാവുന്നത് സഹോദരന്മാരുടെ അസൂയ നിമിത്തം അവർ മിദ്യാന്യ കച്ചവടക്കാർക്ക് വില പറഞ്ഞ് ഉറപ്പിച്ച് ഈ സഹോദരനെ യോസേഫിനെ വിറ്റു. അങ്ങനെയാണ് യോസേഫ് ഇവിടെ എത്താനുള്ള കാരണം. എന്നാൽ ദൈവവചനം പറയുന്നു, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവൻ ദാസനായി വിറ്റുവല്ലോ. അപ്പോൾ മാനുഷികമായി സംഭവിച്ചത് സഹോദരന്മാരുടെ അസൂയ നിമിത്തം വിറ്റതാണെങ്കിലും വചനം പറയുന്നു ദൈവമാണ് ജോസേഫിനെ അയച്ചത്. സ്തോത്രം. അപ്പോൾ ദൈവമാണ് ക്ഷാമം വരുത്തിയത്, ദൈവമാണ് അപ്പമെന്ന കോലിനെ ഓടിച്ചത്, ദൈവമാണ് സഹോദരന്മാരെ കൊണ്ട് ജോസേഫിനെ വിറ്റത്, ദൈവമാണ് ജോസേഫിനെ അയച്ചത്. സ്തോത്രം. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യത്തിൻ്റെയും പിൻപിൽ ദൈവത്തിന് ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നാം കാണുന്നത് കർത്താവ് അറിയാതെ ഒരു മുടി പോലും താഴെ വീഴുന്നില്ലെന്നാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ആ വിഷയത്തിൽ ഒരു ഉറപ്പുണ്ടോ? ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ച് ആരാധിച്ച് പിൻപറ്റിയിട്ട് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഒരിക്കലും നാം അകന്നു പോകരുത്. കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പോടെ നാം നിന്നാൽ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ നകത്ത് ദൈവം ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമുക്കറിയാവുന്നത് യൂദ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മഹാപുരോഹിതന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് യേശുവിനെ കാണിച്ചു കൊടുത്തായിട്ടല്ലേ നാം കാണുന്നേ. എന്നാൽ വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജോൺ 18:11. യേശു പത്രോസിനോട്, വാളുറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. യൂദ കാണിച്ചു കൊടുത്ത യേശുവിനെ പിടിച്ചതാ, അങ്ങനെയാ സംഭവം. എന്നാൽ കർത്താവ് പറയുന്നത്, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ. പ്രൈസ് ദി ലോർഡ്. യൂദ തന്നതെന്നല്ല പറഞ്ഞേ, പിതാവ് തന്നതെന്ന പറഞ്ഞേ. യൂദയോട് ഒരു പരാതിയില്ല. സ്തോത്രം. പിതാവ് തന്ന പാനപാത്രം യൂദ കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് യൂദ നിൽക്കുന്നതേ ഉള്ളൂ. യൂദയോട് ഒരു പരിഭവവും നമുക്കൊന്നും കാണുന്നില്ല. കാരണം യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത്, പ്രൈസ് ദി ലോർഡ്, പിതാവിൻ്റെ ഇഷ്ടം നടക്കണം എന്ന് മാത്രമേ യേശു പ്രാർത്ഥിച്ചിട്ടുള്ളൂ. സ്തോത്രം. വേദന കൂടി വന്നപ്പോൾ കർത്താവ് ഒരു കാര്യം പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണം.
അവിടെ കൊണ്ട് നിർത്തിയില്ല. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണും. നമുക്ക് ചെയ്യണമെന്നും നമ്മൾ ഇങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നമുക്ക് ആഗ്രഹിക്കുന്നതിനും ഒന്നും തെറ്റില്ല. എന്നാൽ ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പും ദൈവമേ എൻ്റെ ഇഷ്ടം ഇതാ എങ്കിൽ നിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കാവൂ. എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവമേ മുമ്പിലേക്ക് വഴി തുറക്കണം. എൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലെങ്കിൽ ഈ വഴിയൊന്ന് അടച്ചു തരണം. നാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതാ ദൈവം നമ്മോട് പഠിപ്പിച്ച്, യേശു നമ്മെ പഠിപ്പിച്ചത് അതാ. ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് എന്താ പറയുന്നത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ നടുവിൽ പിതാവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ പുത്രൻ ചെയ്തതുപോലെ ഏതൊരു കാര്യത്തിൻ്റെയും പിൻപിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെന്ന് നാം വിശ്വസിച്ച് എല്ലാ സാഹചര്യത്തിൻ്റെയും പിൻപിൽ യോസേഫിൻ്റെ ജീവിതവുമായി നാം ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ ഏകദേശം 30 വയസ്സിനടുത്ത് ഈ ചെറുപ്പക്കാരന് പ്രായമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ചെറുപ്പത്തിൽക്കാരനായ ഈ യോസേഫ് ഉൽപ്പത്തി പുസ്തകം 45 4 മുതലുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ചേ. ജനസിസ് ചാപ്റ്റർ 45 4 ഓൺവേർഡ്സ്. ജോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവിനെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിട്ടുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമി നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. 8ാമത്തെ വാക്യം കൂടി. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. നിങ്ങളിങ്ങനെ അകലെ മാറി നിൽക്കല്ലേ. നമ്മളെപ്പോലെ തിരുവഴുത്തിൻ്റെ മുഴുവനായി കയ്യിലില്ലാത്ത ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ജീവിതമാർഗം നോക്കുവാൻ നമുക്കുള്ളതുപോലെ ഒരവസ്ഥ ജോസേഫിനില്ല. അപ്പോസ്തലന്മാരുടെ അനുഭവമൊക്കെ നോക്കാനും ജോസേഫിൻ്റെ കയ്യിൽ മുമ്പിലൊന്നുമില്ല. ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന ജോസേഫ് ഈ അനുഭവത്തിൻ്റെ നടുവിലൂടെ പോയപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ദൂരെ നിൽക്കണ്ട, നിങ്ങൾ അടുത്തേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസേഫാ ഞാൻ. 5ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ പേടിക്കണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാ. 7ാമത്തെ വാക്യം, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. 8ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ അല്ല, ദൈവം അത്രേ എന്നെ. ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവർക്ക് മുമ്പായി ഞാൻ ഒരാളെ അയച്ചു, ജോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ജോസേഫിന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും പൊട്ടക്കിണറ്റിൽ നിന്ന് കരകയറ്റി മിദ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോഴും ഇതിന്റെ ഒക്കെ നടുവിൽ ഒരു അസൂയ പുറത്ത് നടന്ന കാര്യമല്ല. ദൈവത്തിന് ഇതിന്റെ അകത്ത് മറ്റൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. അത് അപ്പോൾ വെളിപ്പെട്ടില്ല, പിന്നീട് അത് ഒന്നൊന്നായി വെളിപ്പെട്ടു വന്നെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ച് ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ, കടന്നു പോകുന്ന വേദനകൾ ഇന്നിന്റെ അത് ക്ഷീണം കൊണ്ടല്ല, ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ദൈവം നമ്മെ അതിൽ കൂടെ കടത്തിവിടുന്നു. ജോസേഫിന് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ദർശനത്തിന് വേണ്ടി നിന്നു എന്ന ഒറ്റ കാരണത്തിനാ. ദൈവം കൊടുത്ത ദർശനത്തിന് വേണ്ടി നിന്നു എന്നുള്ള ഒറ്റ കാരണത്താലാ യേശുവിനെ യഥാർത്ഥമായി ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലത്തിൻ്റെയും പരിശോധനയുടെ നടുവിൽ
ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നമ്മോട് ഒരു ദൂത് കൈമാറാനുള്ളത്, ഇത് ഇവിടം കൊണ്ട് തീരുന്ന ചരിത്രമല്ല. എല്ലാം വെളിപ്പെടുത്തിയിട്ടല്ല ദൈവം നടത്തുന്നത്. എന്നാൽ ഇന്നിന്റെ വേദനകളെ മാറ്റുന്ന, അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. നാം കടന്നു പോകുന്ന വേദനയ്ക്കകത്തും അതിനെ തരണം ചെയ്യുവാൻ അപ്പന്റെ അമിത ബലം നമ്മുടെ മേൽ പകർന്നാൽ അത് മതി. നമുക്ക് ഇത് തരണം ചെയ്ത് അപ്പുറകടക്കുവാൻ പറ്റും. വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും ഒന്നുപുറകെ ഒന്നായി ജീവിതത്തിൽ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ഒരുക്കുന്നതാണ്. ഒരിക്കലും പിറുപിറുക്കരുത്. ആത്മീക വിഷയത്തിൽ ഒരിക്കലും പിറകിലേക്ക് പോകരുത്. ആത്മീക വിഷയത്തിൽ താല്പര്യം കുറഞ്ഞു വരരുത്. സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുത്. ഇത് ദൈവത്തിന് ഇതിൻ്റെ നടുവിൽ നമ്മെ പണിയുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമുക്ക് ഒത്തിരി കാരണങ്ങൾ അതിൻ്റെ അകത്തറിയാം. ലിമിറ്റേഷൻസ് ഒത്തിരി നമുക്ക് പറയുവാനായി സാധിക്കും. എന്നാൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ എല്ലാം വേദനകൾ, ഭാരങ്ങൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ ഒക്കെ നടുവിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. ചുരുക്കം സമയമുള്ളതുകൊണ്ട് ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വേദനകളും ഭാരങ്ങളും നമുക്ക് വന്നതിനേക്കാൾ തീവ്രമായി നമ്മുടെ പിതാക്കന്മാർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ അവർ ബലത്തോടെ നിന്നതല്ല, ദൈവം അവരെ നിർത്തിയതാ. അവരുടെ ആശ്രയം യേശുവിൽ മാത്രമായിരുന്നു. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഒരു അനുഭവം പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു ദിവസം ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഒരു സ്നേഹിതൻ വന്ന ഒരു സ്ലിപ്പ് തൻ്റെ കയ്യിൽ കൊടുത്തു. പ്രസംഗം നിർത്തിക്കോ, നിങ്ങളുടെ മകൻ മരിച്ചുപോയി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തന്റെ ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിലാ കുറിപ്പ് തന്റെ കയ്യിൽ കിട്ടുന്നത്. പ്രസംഗം നിർത്തിക്കോ, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയി. ആ ദൈവദാസൻ പറഞ്ഞു, എനിക്ക് പ്രസംഗം തുടരാനാ നിയോഗം. അവിടെ നിർത്തിയില്ല. ദൈവദാസൻ ആ പ്രസംഗം തീർത്തു. തോളിൽ സഞ്ചിയിട്ട് തൻ്റെ വീട്ടിലേക്ക് താൻ മടങ്ങിപ്പോകുന്നു. വീട്ടിലേക്കെത്തി, വീട് നിറച്ചും ആൾക്കാർ. താൻ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നോട് പിശാച് ഇടപെടുക. എന്തായി? നന്മ മാത്രം ചെയ്യുമെന്ന് പറഞ്ഞ ദൈവം നന്മ മാത്രമാണോ ചെയ്യുള്ളൂ? പ്രൈസ് ദി ലോർഡ്. ദോഷമായിട്ടൊന്നും നിന്റെ ദൈവം ചെയ്യില്ലേ? ഇങ്ങനെയൊക്കെ നിന്റെ ദൈവം ചെയ്യുമോ? ഒത്തിരി ചോദ്യങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആ യാത്രയിൽ ഒത്തിരി പാട്ടിൻ്റെ വരികൾ പുതിയത് തൻ്റെ ഉള്ളിലേക്ക് കിട്ടി. താൻ വീട്ടിൽ ചെന്ന് മുറിക്കകത്തേക്ക് പോയി ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പുറത്തേട്ട് കടന്നു വന്നിട്ട് ആ ദൈവദാസൻ തൻ്റെ കൊടുത്ത വരികൾ ആ ദൈവദാസൻ പുറത്തിറങ്ങി വന്ന് പാടി. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പോലെ ഈ സാങ്കേതിക വിദ്യകളൊന്നും വന്നില്ല. നമുക്കിതൊക്കെ കേൾക്കാൻ യൂട്യൂബിൽ പല അനുഭവങ്ങളും പലതും ഉണ്ട്. ഒത്തിരി ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. എന്നാൽ അത് ഇതൊന്നും അവർക്ക് ലഭ്യമായിരുന്നില്ല. ചുരുക്കം റിസോഴ്സിൻ്റെ നടുവിൽ ജോസേഫ് ഭക്തനായി ജീവിച്ചതുപോലെ സാധു കൊച്ചുമുദേശിയുടെ ജീവിതത്തിൽ വേദനകൾ വന്നപ്പോൾ, താൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന കാര്യം തൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ, ഇനി ഈ പുസ്തകം വേണ്ടെന്നും പറഞ്ഞ് മാറ്റിവെക്കുകയല്ല ചെയ്തേ. അതിൻ്റെ നടുവിലും ബലഹീനതയിൽ തികഞ്ഞു വരുന്ന
ഒരു ദൈവകൃപ അവരുടെയൊക്കെ മേൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിലും ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ മേലേക്ക് പകരപ്പെടുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അത്യന്ത ശക്തി എൻ്റെ സ്വന്തം എന്നല്ല, എൻ്റെ മൺകൂടാരത്തിന്റെ അകത്ത് അത് വെളിപ്പെട്ടു വന്നാൽ ഇന്നിന്റെ വേദനകളെ തരണം ചെയ്യുവാൻ ഒരഭിഷേകം എൻ്റെ മേൽ പകരുവാൻ ഈ ദൈവം ശക്തൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഈ വാചകങ്ങൾ ആവർത്തിച്ച് പകൽക്കാലം ഇടപെടുന്നു. എൻ്റെ ദൈവം ദോഷമായിട്ട് നിന്നോട് ചെയ്യില്ല. എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനാടിച്ച ചില വേദനകൾ, ചില മുറിവുകൾ നമ്മെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ, നമ്മെ ഉപദ്രവിക്കുമ്പോൾ, ആ സമയത്തൊന്നും ദൈവം ഇതിൻ്റെ ആത്യന്തിക പദ്ധതി പറഞ്ഞു തരില്ല. പ്രൈസ് ദി ലോർഡ്. ഹന്നയെ പറ്റി നമുക്കറിയാലോ. പെനിന്നയുടെ കുത്തുവാക്കുകൾ 1 ശമൂവേൽ 1:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ കുത്തുവാക്കുകൾ കേട്ട് വളരെയധികം മുഷിഞ്ഞ്, അടുത്ത വാക്യം, വളരെയധികം മുഷിഞ്ഞ് പട്ടിണി കിടന്ന ഒരു ഹന്ന. സ്തോത്രം. കുത്തുവാക്കുകൾ കേട്ട് മടുത്ത് മുഷിഞ്ഞ് ഇനി ഭക്ഷണം പോലും വേണ്ട എന്നും പറഞ്ഞിരുന്ന ഹന്ന പ്രാർത്ഥിക്കാനായി പള്ളിയിൽ പോയി മനസ്സ് ഉരുകി പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നും പറഞ്ഞ് അവിടെ ഏലി പ്രവാചകന്റെ, പുരോഹിതന്റെ വാക്ക് കേട്ട് അവിടെയും തകർന്നു പോയില്ല. എന്താ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? കുത്തുവാക്ക് കേട്ട് തകർന്നിട്ടാ ഞാൻ പള്ളിയിൽ വന്നിരുന്നേ. അന്നേരം ഉണ്ട് ഏലി പുരോഹിതന്റെ അവിടെ നിന്നുള്ള കുത്തു. ഇതെല്ലാം കേട്ട് ഹന്ന പ്രാർത്ഥന നിർത്തിയില്ല. വളരെ വ്യസനത്തോടെ താൻ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹന്ന ഒത്തിരി വില കൊടുത്തു ഇതിൻ്റെ നടുവിൽ. 1 ശമൂവേൽ 3 ഒടുവിലേക്ക് വരുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. ദാൻ മുതൽ ബർഷേബ വരെ ഇസ്രയേലിലൊക്കെയും ഒരു വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിനെ എഴുന്നേൽപ്പിക്കാൻ ഹന്നയുടെ ജീവിതത്തിൽ കൂടെ ദൈവം ഇടപെട്ടതാ. ഇന്ന് പകൽ കടന്നു പോകുമ്പോൾ അപ്പോൾ തന്നെ ദൈവം പറയില്ല, ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, സന്തോഷത്തോടെ പോയിക്കോ എന്ന് കർത്താവ് പറയില്ല. ചില സമയത്ത് ദൈവം മൗനമായിരിക്കും. ചില സമയത്ത് ദൈവം ചിലത് ഡിലേ വരുത്തും. എന്തിനു വേണ്ടിയാ? ആശ്രയം കർത്താവിൽ മാത്രമാക്കാനാ. അങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് മുമ്പിലേക്ക് ചുവട് വെച്ചാൽ ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഒരു ദേശത്തിന് മുഴുവനായി ദൈവം ഒരു വിശ്വസ്ത പ്രവാചകനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ കടന്നു പോകുന്ന ചില വേദനകൾ, ചില കുത്തുവാക്കുകൾ, ചില മുറിപ്പെടുത്തലുകൾ, ചില ഉപദ്രവങ്ങൾ, ഇന്നിന്റെ വേദനകൾ നിന്റെ നാളുകളിൽ ദൈവിക നന്മകളെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇതിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത്. അതിന്റെ നടുവിൽ തകർന്നു പോകല്ലേ, ഇതിന്റെ നടുവിൽ താളിയായി പോകല്ലേ. എന്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അവൻ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവനാ. ദുർഗങ്ങളിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്നവനാ. ഇന്ന് പകൽ അനുഭവങ്ങൾ ദൈവത്തിന് കാണാൻ പറ്റാത്തത് കൊണ്ടല്ല, വേദനകൾ എന്റെ യേശുവിന് അറിയാൻ പറ്റാത്തത് കൊണ്ടല്ല, അതറിഞ്ഞ് ദൈവം കടത്തി വിടുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. പലതിന്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നാം ഉറപ്പാക്കണം, ദൈവശബ്ദത്തിന് വിപരീതമായി നാം പോകണ്ടോ? കർത്താവിൻ്റെ വാക്ക് അനുസരിക്കാതെയാണോ പോകുന്നേ? കർത്താവ് പലപ്പോഴും നമ്മോട് ഇടപെട്ടിട്ടും ആ വാക്ക് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോകുന്നേ?
ആത്മീക വിഷയങ്ങളിൽ താല്പര്യം കുറഞ്ഞോ? സഭായോഗങ്ങൾ അലക്ഷ്യമാക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒന്ന് ചിന്തിച്ചാൽ ഈ ചെക്ക് ലിസ്റ്റിലൊക്കെ ടിക്കടിച്ച് കയറുവാൻ സാധിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചോളണം, എൻ്റെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. എന്നാൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ടിക്കടിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആത്മീക വിഷയങ്ങളിൽ താല്പര്യം കുറഞ്ഞാൽ, നമ്മൾ അതിലേക്ക് മടങ്ങി വന്നാൽ ഇപ്പോഴത്തെ വേദനകളെ കർത്താവ് നമുക്ക് മാറ്റിത്തരും. മടങ്ങി വരാതെ എൻ്റെ ദൈവത്തിന് സഹായിക്കാൻ പറ്റില്ല. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, 1 or 2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. അങ്ങനെ വന്നാൽ ദൈവം തൻ്റെ വാളിന് മൂർച്ച കൂട്ടും. എന്തിനു വേണ്ടിയാ? എന്നെ മടക്കിക്കൊണ്ടുവരുവാൻ. ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് മുമ്പോട്ട് വന്നാൽ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ നോക്കി ദൈവത്തിൻ്റെ പദ്ധതികളെ വിലയിരുത്തരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ചില ദൈവിക പദ്ധതികൾ ഉള്ളത് കൊണ്ടാണ് നമ്മെ ഇതിൽ കൂടെയൊക്കെ കൊണ്ടുപോകുന്നത്. ചിലതിന് ദൈവം ഒരു താമസമൊക്കെ ചിലപ്പോൾ വയ്ക്കും. നാം നിഗളിച്ചു പോകരുത്. നാം പലതിലും വന്ന് അതിലൊന്നും പെട്ടുപോകാതിരിക്കാനാ. നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ലേ? ട്രെയിനിൽ കയറിയാൽ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം ഈ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തരുത്. നിർത്തേണ്ട സ്റ്റേഷനിൽ പോലും നിർത്തണ്ട. എത്രയും പെട്ടെന്ന് എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തണം. കയറി നമ്മുടെ ആഗ്രഹം, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. കാരണം ഇത് നിർത്തി പോയാൽ ഒത്തിരി സമയമെടുക്കും. പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് എത്തും. പക്ഷേ നമ്മുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിലും ഈ ട്രെയിനിൽ സിഗ്നൽ കൊടുക്കുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. ആ സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹം ഈ ട്രാക്കിൽ കൂടെ വരുന്ന പല ട്രെയിനുകൾക്കും സിഗ്നൽ കൊടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിന് ചിലപ്പോൾ ഒരു റെഡ് സിഗ്നൽ കൊടുക്കാം. അതെന്തിനു വേണ്ടിയാ? ഈ ട്രെയിൻ ഇനി മുമ്പോട്ട് പോകണ്ട എന്നുള്ളത് കൊണ്ടാണോ? അല്ല, ഈ ട്രാക്കിൽ കൂടെ മറ്റ് ചിലതിനും പോകാനുണ്ട്. അതിനു വേണ്ടി ട്രാക്ക് തിരിച്ചു കൊടുത്ത് സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽ അനുസരിച്ച് ട്രെയിൻ വിടുകയുള്ളെങ്കിൽ എൻ്റെ ദൈവത്തിന് സ്റ്റേഷൻ മാസ്റ്ററേക്കാൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ? എൻ്റെ ദൈവത്തിന് തെറ്റു പറ്റില്ല. ചിലതിൽ താമസം വന്നാൽ അത് ദൈവം നന്മയ്ക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മൾ താളടിയായി പോകേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ അറിയാതെ അല്ല. വചനം പറയുന്നു, എൻ്റെ ദൈവം സർവജ്ഞാനിയാ. അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇന്ന് പകൽ വൈപ്പിയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദേശത്ത് ക്ഷാമം വരുത്തിയവൻ, അപ്പമെന്ന കോലിനെ ഒടിച്ചു കളഞ്ഞവൻ, അവർക്ക് മുമ്പായി ജോസേഫിനെ അയച്ചവൻ, ഇന്ന് പകൽ അനുഭവിക്കുന്ന വേദനകളുടെയൊക്കെ നടുവിൽ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിച്ചിട്ട്, ഇത് കടന്നു വന്നപ്പോൾ, ഈ വേദനകൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ആത്മീകമായി പുറകോട്ട് പോയോ? ഈ വേദനകൾ വന്നതിന് അനുസരിച്ച് സ്പിരിച്വലി ഞാൻ പിറകിലേക്ക് പോയോ? വചനവായനയിൽ നിന്ന് മാറ്റം വന്നോ? ആത്മീക വിഷയത്തിൽ എൻ്റെ താല്പര്യം കുറഞ്ഞോ എന്ന് നാം ഒന്ന് പരിശോധിച്ച് ആ വിഷയത്തിൽ ക്രമീകരണം പ്രാപിച്ച് മുന്നേറാൻ സാധിച്ചാൽ ഇതിനെ ഓവർകം ചെയ്യാൻ എൻ്റെ ദൈവം ബലം തരും. അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് സഹായിപ്പാൻ സാധിക്കില്ല. നാം അതിൽ നിന്ന് മടങ്ങി ദൈവസന്നിധിയിലേക്ക് വന്നാൽ തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ദേശത്ത് ക്ഷാമം അയച്ചവൻ, അപ്പമെന്ന കോലിനെ ഒടിച്ചു കളഞ്ഞവൻ, മുമ്പായി ജോസേഫിനെ അയച്ചവൻ, അവൻ ഉടയ്ക്കും, അവൻ പണിയും, നല്ല പാത്രമായി നമ്മെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ. ഇന്ന് പകൽ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, പലരും വേദനിക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് പകലുണ്ട്. എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്.
നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയേ നമ്മൾ പലതും പറയൂ. എന്നാൽ ആത്യന്തികമായിട്ട് നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നവൻ, ആ കർത്താവിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ചില നന്മകളല്ല, എൻ്റെ നിത്യതയാ. എന്നെ എൻ്റെ ഡെസ്റ്റിനേഷനിൽ ദൈവത്തിന് എത്തിക്കണം. അതിനുവേണ്ടി ദൈവം ചിലത് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിൽ തിന്മയൊന്നും ചെയ്തിടാത്ത ആ യേശുവിലേക്ക് ഇന്ന് പകൽ നമുക്കൊന്ന് ആശ്രയം വെച്ചിട്ട് അവൻ ഉടയ്ക്കും, അവൻ പണിയും. നല്ല പാത്രമായി തൻ്റെ ഹിതം പോലെ ഒരു നിമിഷം ഒന്ന് ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്